ബോറടിക്കുമ്പോൾ ഐക്യയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒരു ശീലമായി. എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് ഓടി വരുന്നത് ഐക്യ പോകാമെന്നായിരിക്കും. പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ലെങ്കിൽ കൂടി ഐക്യയിൽ പോയിട്ട് ഒരു റൗണ്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ടൂറ് പോയ തൃപ്തി കിട്ടും. അതുകൊണ്ട് ഇപ്പം പോകാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കും. എന്തായിട്ട് നോക്കുന്നത് സിഗ്നൽ കാണുന്നില്ലായിരുന്നു. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങളിതാ ഐക്യനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്, ചുമ്മാ വന്നതല്ല. എൻ്റെ ഡ്രീം ഹൗസ് എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഐക്യ പോലെ എന്ന് പറയും. അതായത് ഐക്യയുടെ ആ ബെഡ്റൂം സെക്ഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റൂമും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീടെടുത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഐക്യയിൽ പോയിട്ട് ആ റെഫറൻസ് ഒക്കെ നോക്കി അവിടെ കാണുന്ന പോലത്തെ ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വരുന്നു. പക്ഷേ അവസാനം ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആകെ കുളമായി എന്ന് പറയാം. എക്സാക്റ്റ് അതുപോലെ നമ്മൾ ആക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്താൽ ചിലപ്പം ഭംഗിയാവുമായിരിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ അതല്ലാതെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങി ഇപ്പം കുത്തി നിറച്ച് വെച്ച പോലെ ആയിട്ടുണ്ട്. എനിവേസ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ എന്നുള്ള പ്ലാനിലല്ല കേട്ടോ. പക്ഷേ ഓഫ് കോഴ്സ് ഐക്യ പോകുമ്പം അവിടെ നിന്ന് കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കാരണം ഇവിടെ അല്ലാതെ ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കുന്നതും ഒക്കെ കുറവാണ്. ബിക്കോസ് എനിക്ക് ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഐക്യയിലെ ഫുഡ് എനിക്ക് എന്തോ ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐക്യയിലെ മീറ്റ് ബോൾസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയാൽ എന്തായാലും ഫുഡ് കഴിക്കും. പിന്നെ ഫുഡ് വേണ്ടാന്ന് വിചാരിച്ചാൽ കൂടി ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റും കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും സ്വാഭാവികമായിട്ടും. അപ്പോൾ എപ്പോഴും അവിടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സമയം അവിടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ട് പോകാൻ തന്നെ തോന്നുള്ളൂ. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒത്തിരി സമയമെടുത്ത് അത് ആസ്വദിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഏട്ടനൊക്കെ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് പോവാം അങ്ങനെ പറയും. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കുറേ എന്തൊക്കെയോ ഐറ്റംസ് എടുത്തു ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി സമയമെടുത്ത് മെല്ലെ കഴിക്കുള്ളൂ, കഴിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ഐക്യ പോകുന്നതിൽ ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം. നമ്മൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ താഴത്തെ ഫ്ലോറിലാണ്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ എക്സിറ്റിൻ്റെ അവിടെ എത്താറാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയും ദൂരം വന്നതൊക്കെ പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് വന്ന പോലെയാണ് വന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒത്തിരി ഓരോ റൂമിലൊക്കെ പോയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടേ വരെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒന്ന് വാങ്ങിച്ചു. എനിക്കത് കണ്ടപ്പോൾ ആ ട്രേ എടുത്ത് അതിൽ തന്നെ വെച്ചാൽ പോരായിരുന്നോ? അങ്ങനെ സാധനം ടേബിളിലാവില്ല, അതിനെ ട്രേ എടുക്കുന്നത്. എനിവേസ് 2 ചെടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ദൂരം പോയി ഇത്രയും കറങ്ങി അടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ച് ചെടി സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആണോ ഔട്ട്ഡോർ പ്ലാന്റ് ആണോ, വിൻ്ററിൽ ജീവിക്കുമോ സമ്മറിൽ ജീവിക്കുമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസാണ് ചെടി വാങ്ങിക്കാൻ പോയാൽ. അവസാനം ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ കണ്ട കൂട്ടത്തിൽ ഇതിനെ മാത്രമേ ഇഷ്ടമായുള്ളൂ. അപ്പോൾ അതിനെ തന്നെ പൊക്കി വെളിയിൽ വെക്കാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാനൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയുണ്ട്. എസ്പെഷ്യലി അതൊരു മഴയുള്ള ദിവസം കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെ നോക്കിയിരുന്നോണ്ടിരിക്കാൻ തോന്നും. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ചാ